പരിചയപ്പെടുത്തേണ്ടി വരുന്ന ഒരു ഒരു ഗതികെട്ട അമ്മയാ ഞാൻ. അമ്മേ, അതെ മോളെ, മോളുടെ അമ്മയാ ഞാൻ. അമ്മേ, എനിക്ക് അമ്മയെ ഉടനെ കാണണം. കാണാം മോളെ. ഇതുവരെ അമ്മ എന്നെ കാണാതെ മാറി നടന്നത് എന്തുകൊണ്ടാ? അത് എന്റെ മോൾക്കൊരാപത്തും വരരുതെന്ന് കരുതിയിട്ട. അതൊക്കെ ഒത്തിരി കഥകളുണ്ട് മോളെ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ ഇപ്പൊ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. നീ എന്തിനാ രാജനോട് ഇങ്ങനെ പിണങ്ങുന്നേ? ഇത്രയും നല്ലവനായൊരു ചെറുപ്പക്കാരനെ നിനക്ക് വേറെ കിട്ടില്ല. അവൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അമ്മ, അവന് നിന്നോട് പ്രണയം മാത്രമേ ഉള്ളൂ. നീ ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. നീ വായിച്ച് തെറ്റിദ്ധരിച്ച ആ ലെറ്റർ എഴുതിയത് അവനല്ല. അത് നിങ്ങളെ ചതിക്കാൻ വേണ്ടി ആരോ ചെയ്തതാ. നീ ഇത്ര മണ്ടിയാണോ? ആ കത്തിലെ കൈപ്പട നീ ശ്രദ്ധിച്ചിരുന്നോ? അമ്മ, അത് രാജു എഴുതിയതല്ല മോളെ. രാജു നിനക്കായി എഴുതിയ കത്ത് ആരോ മാറ്റിയതാ. അമ്മ, രാജു കത്തെഴുതി നേരിട്ട് എനിക്ക് തന്നത്. അതാ പറഞ്ഞത് അത് ചതിയാന്ന്. ഏതെങ്കിലും ഒരു ഭർത്താവ് തനിക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ലെറ്റർ എഴുതുവോ? അവൻ കുറെ നാളായി നിന്നോടുള്ള പ്രേമം പറയാൻ നടക്കുന്നു. പക്ഷെ നീ പറയിപ്പിച്ചിട്ട് വേണ്ടേ? ഒടുവില് നിന്നോട് അവനുള്ള പ്രേമം പറയാൻ അവൻ എഴുതിയ ലെറ്റർ അത്. ഇതിന്റെയും പിന്നിൽ അംബികയായിരിക്കും. ആ വീട്ടിൽ ആരെങ്കിലും അംബികയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നുണ്ടാവും. അവര് ചെയ്ത ചതിയാ ഇത്. ഞാൻ പറയാം ഞങ്ങൾ ആരാണെന്ന്. ഇവളെ അറിയോ? ഇവളുടെ പേരാ റിയ. നിങ്ങളുടെ ഭർത്താവിന്റെ കാമുകി അല്ല, ആദ്യ ഭാര്യ. നോക്കി അവള് പക്ഷെ ഇവളോട് പ്രണയം തുറന്നു പറയാൻ എനിക്കിപ്പോ പറ്റില്ല. അതാ ഞാൻ ചെയ്ത തെറ്റ്. കൊല്ലാതെ കൊല്ലാൻ കാർ കുറച്ചുകൂടി വേഗത്തിൽ ഓടിക്ക് സജി. വണ്ടി മാക്സിമം സ്പീഡിലാ മാഡം. ഹലോ ഹലോ, SP അല്ലേ? അതെ മാഡം, ഒരു പ്രശ്നം പറയാനാണ് ഞാൻ വിളിച്ചത്. യെസ്. ശരി, നിങ്ങൾ ഫോൺ വെച്ചോ. ശരി മാഡം. രാജു, പ്ലീസ്
രാജുനൊന്നും ചെയ്യരുത് പ്ലീസ്. മാറിക്കടി. നീ അല്ലേ അനുവാദം തന്നത് ഇവനെ കൊല്ലാൻ? നീ മാറി നിൽക്ക, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. നിന്റെ ഒരു പോലീസ്. മാറിക്കടി. ഇവനെ തീർക്കാണ് നിങ്ങളുടെ കൊട്ടേഷൻ. എന്റെ രാജുനെ തൊട്ടു പോരുത്. മാറിക്കടി. എന്റെ ഭാര്യയെ നീ ഉപദ്രവിക്കല്ലടാ. എന്റെ ഭാര്യയുടെ നേരെ ഉയർന്ന നിന്റെ കൈ നീ മേലെ ചലിക്കരുത്. എന്നെ തല്ലണ ഞാൻ പറഞ്ഞ എന്റെ ഭാര്യയെ തൊട്ട കൈ ഓടിക്കും.